ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ, ഈ വെള്ളിയാഴ്ചയുടെ രാത്രികാലം നിങ്ങളുടെ നടുവിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വലിയ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിൻ്റെ ദാസൻ ലോറൻസ് സാറിനെയും ആൻറ്റിക്കും പ്രത്യേകിച്ചുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ആദരണീയനായിരിക്കുന്ന ബഹുമാനവും സ്നേഹവുമുള്ള അഭിഷേക ദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എൻ്റെ പേര് ബിനു. എൻ്റെ സ്വദേശം പൊന്മുടി. ഞാനിപ്പോൾ താമസിക്കുന്നത് പോത്തങ്കോടിൻ്റെ പ്രദേശത്താണ് താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ ഞാൻ ഇവിടെ നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പറയുവാൻ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് ഈ ദേശത്ത്. ഇന്ന് രാത്രിയിലും നാളെയും മറ്റന്നാളുമായിട്ട് ഈ സുവിശേഷ മഹായോഗം ഈ മുറ്റത്തിന്റെ അങ്കണത്തിൽ നടക്കുമ്പോൾ ചില 8 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിനകത്തോ നടന്ന ചില കാര്യങ്ങളെ പറഞ്ഞ് അതിനകത്തു നിന്നോ യേശു എൻ്റെ ജീവിതത്തിനകത്ത് എന്തു ചെയ്തു, എന്തുകൊണ്ടാണ് ഈ രാത്രിയിലും സമയം നോക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടുവാനും കയ്യടിക്കുവാനും തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, 8 വർഷത്തിന് മുമ്പ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടന്ന എന്നെ അതിനകത്തു നിന്നും പുറത്തു കൊണ്ടുവന്നത് ഒരു മനുഷ്യനല്ല, ഞാൻ തേടിപ്പോയതൊന്നുമല്ല. ഇന്ന് രാത്രിയിലും ഇവിടെ പ്രസംഗിക്കുന്ന യേശു കർത്താവ് 2024 വർഷങ്ങൾക്കും 25 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിന്മേൽ യാഗമായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് യാഗമായതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങളുടെ നടുവിലായിരിക്കുന്നു. അപ്പോൾ ചോദിക്കും, അതെന്തുവാ ബ്രദറെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം എന്തുവാ ചെയ്തേ? ഈ ലോകത്തു നിന്ന് 13 പ്രാവശ്യം ആത്മഹത്യ ചെയ്ത് 13 പ്രാവശ്യം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ പിശാച് എന്നെ വലിച്ചു കൊണ്ടുപോയ ഇടങ്ങളിൽ നിന്നെല്ലാം സ്വർഗത്തിൽ നിന്നും ഒരു കരം എന്നെ തേടി ഇറങ്ങി വന്നു. അന്ന് എൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനില്ല, ഒരപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടപ്പിറപ്പുകളോ കൂട്ടുകാരോ ആരും എൻ്റെ അടുക്കൽ വന്നില്ല. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും മരിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ നടുവിൽ ഒരുവൻ ഇറങ്ങി വരും. അവൻ്റെ പേരാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു കർത്താവ്. സ്നേഹം മാത്രം അറിയാവുന്നുള്ള നല്ല കർത്താവ്. നീ ഏത് അവസ്ഥയ്ക്കകത്തായിരുന്നാലും സ്നേഹിച്ച് ആ സ്നേഹത്തിനകത്ത് നിന്നെ മൂടി മറക്കുന്ന ഒരു നല്ല കർത്താവ്. കുടുംബത്തിനകത്ത് മദ്യപാനവും കഞ്ചാവും സ്വന്തമായിട്ട് വാറ്റി കുടിക്കുന്ന ഒരു ശീലമാണ് എൻ്റെത്. ഈ കാണുന്നത് പോലെയൊന്നുമല്ല, ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത് പോലെയൊന്നുമല്ല. ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തന്നെ കേൾക്കുന്ന മദ്യപിക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം, മദ്യം നിങ്ങൾക്ക് സമാധാനം തരത്തില്ല, കഞ്ചാവ് നിങ്ങൾക്ക് സമാധാനം തരത്തില്ല, മയക്കുമരുന്ന് നിങ്ങൾക്ക് സമാധാനം തരത്തില്ല. അടിയും വഴക്കും ഉണ്ടാക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകത്തില്ല. സമാധാനം ഉണ്ടാകണമോ? ഒരുവന്റെ അടുക്കൽ വന്നാൽ സമാധാനം കിട്ടും. ഇന്ന് രാത്രി ഞാൻ സാക്ഷീകരിക്കുന്ന എൻ്റെ യേശു കർത്താവ്, എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ മദ്യപാനം മാറി. ഒന്നാമത്തെ എൻ്റെ സ്വഭാവം മാറിയത്, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ മദ്യപാനം മാറി. ഞാൻ കഞ്ചാവ് വലിക്കുന്നവ നിർത്തി. ഞാൻ ലോക പോഷത്വം പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയാ. എൻ്റെ നാവിന്മേൽ നിന്നും പോഷത്തനത്തെ എടുത്തു മാറ്റിയിട്ട് കർത്താവ് വചനമെന്ന വാള് എൻ്റെ വായ്ക്കകത്ത് തന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയുന്നത്, യേശുവിലല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. വേറെ എവിടെ ചെന്നാലും സമാധാനം കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല, ആനന്ദം കിട്ടത്തില്ല. കുടുംബത്തിനകത്ത് സമാധാനം വേണമോ? മക്കൾക്ക് സമാധാനം വേണമോ? അമ്മയപ്പന്മാർക്ക് സമാധാനം വേണമോ? ഭാര്യയ്ക്ക് സമാധാനം വേണമോ? ഭർത്താവിന് സമാധാനം വേണമോ? ഏത് വ്യക്തിയായിരുന്നാലും, നീ ഏത് അവസ്ഥയ്ക്കകത്തായിരുന്നാലും, നീ ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഏത് വ്യക്തിയായിരുന്നാലും, ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ, സഹോദര സഹോദരി, അമ്മ അപ്പന്മാരെ ഒന്ന് പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിലൊന്ന് തുറന്നു കൊടുത്താൽ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ
ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ യേശു കർത്താവിന് രാത്രി ഈ ഹല്ലേലൂയ ഈ അങ്കണത്തിൽ വന്നിട്ടുണ്ട്. ആ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ഒരു മനുഷ്യനും കേൾക്കണ്ട. ഞങ്ങളെ മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നത് പോലെ യേശുവേ എൻ്റെ അടുക്ക വരണമെന്നൊന്നും പറയണ്ട. നിന്റെ ഹൃദയം നീ ഒന്ന് കൊടുത്താൽ, നിന്റെ പൊന്ന് കൊടുക്കണ്ട, നിന്റെ പണം കൊടുക്കണ്ട, നിന്റെ സ്വത്ത് കൊടുക്കണ്ട, നിന്റെ വിദ്യാഭ്യാസം കൊടുക്കണ്ട. ഇതിലൊന്നുമല്ല എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഞാൻ പാപിയാണ് അപ്പാ എന്നൊന്ന് പറഞ്ഞാൽ കർത്താവ് നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരും. നിന്റെ പാപം എത്ര കടും ചുകപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവിൽ സന്തോഷത്തെ പരിപൂർണതയും പരിശുദ്ധാത്മാവിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധനങ്ങളുമുണ്ട്. കാരണം ഇന്ന് രാത്രിയിൽ ഞാൻ ഇത് വിളിച്ചു പറയുമ്പോൾ ഒരു വാക്ക് പോലും എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത, മലയാളം പോലും എഴുതുവാനോ വായിക്കാനോ അറിയാത്ത, പോഷത്വം മാത്രം വിളിച്ചുകൊണ്ട് നടന്ന, ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യൻ, അടിയും വെട്ടും കൊലപാതകവുമായിട്ട് നടന്ന മനുഷ്യൻ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു എങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, ഈ യേശു സ്നേഹമാണ്, ഈ യേശു സന്തോഷമാണ്, ഈ യേശു സമാധാനമാണ്. കാരണം നാം ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും ഒന്നും നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. നിത്യമായൊരു സ്വർഗരാജ്യമുണ്ട്, അതുപോലെ നിത്യമായ ഒരു നരകവുമുണ്ട്. സ്വർഗത്തിനകത്ത് പോയാൽ സന്തോഷവും സമാധാനവും ഉണ്ട്, ആനന്ദമുണ്ട്, എപ്പോഴും ആരാധനയും സ്തുതിയുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടവിടാതെ സ്തുതിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹല്ലേലൂയ പാടുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വമെന്ന. ഞങ്ങൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആ ദൈവത്തിന്റെ അടുക്കലല്ലാതെ മറ്റൊരുവന്റെ അടുക്കലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല സഹോദരങ്ങളെ. നമ്മളെ കുടുംബത്തെ തകർത്തു കളയുവാൻ പല വഴിയും ശത്രു കൊണ്ടിടുമ്പോൾ ഇന്ന് രാത്രിയിൽ 2025 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിന്മേൽ എൻ്റെ യേശുവിന്റെ മരണത്താൽ 3 ആണികളുടെ മേൽ എൻ്റെ കർത്താവ് തൂങ്ങപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയല്ല, സകല മാനവരാശികളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി എൻ്റെ കർത്താവ് കാൽവറി ക്രൂശിന്മേൽ മരിച്ചു. ഇന്ന് രാത്രി നീ ഒന്ന് വിശ്വസിക്കാം, യേശുവേ എൻ്റെ ജീവിതത്തിനകത്തേക്ക് വരണമേ, എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി നിന്റെ സ്ഥിതികൾക്കൊരു മാറ്റം വരും. കാരണം ഒരു നിത്യമായൊരു സ്വർഗമുണ്ട്. ഇല്ല, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. കാരണം നിത്യമായൊരു നരകത്തിനകത്ത് അവന്റെ ജീവിതം ചെന്ന് അവസാനിക്കുന്നത്. ചാകാത്ത മുഴുവൻ കെടാത്ത തീയുമുള്ള നിത്യമായ നരകത്തിനകത്ത് പോകണമോ, നിത്യമായ സ്വർഗരാജ്യത്തിനകത്ത് പോകണമോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. സഹോദര സഹോദരി, ഇന്ന് രാത്രി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നീ ഇപ്പോൾ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകുമെന്ന് സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്ക്. പണം കൊടുക്കണ്ട, സ്വത്ത് കൊടുക്കണ്ട, വിദ്യാഭ്യാസം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയം നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ടൊന്ന് കൊടുത്താൽ, യേശുവിനെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം, നീ ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം, ഇന്ന് രാത്രി പറയട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ നീ യേശുവേ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ യേശു നിന്റെ ജീവിതത്തിനകത്ത് വരും. യേശു നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് 4 വയസ്സുകാരിയായ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഈ പപ്പായെ വേണ്ട, മദ്യപിക്കുന്ന പപ്പായെ എനിക്ക് വേണ്ട, അമ്മയെ ഉപദ്രവിക്കുന്ന പപ്പായെ എനിക്ക് വേണ്ട. ഞാൻ എന്നാ കുഞ്ഞിനോട് ചോദിച്ചു, നിന്റെ അമ്മ വേറെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ നീ വിളിക്കുവോ? ഞാൻ വിളിക്കും പപ്പ. ഇന്നെന്റെ മോക്ക് 12 വയസ്സായി. ഇന്നെന്റെ കുഞ്ഞ് എന്റെ നെഞ്ചിന്റെ ചൂടില്ലാതെ ഉറങ്ങത്തില്ല. കാരണം യേശു എന്ന സ്നേഹം എന്റെ അകത്ത് വന്നപ്പോൾ എന്റെ കുഞ്ഞ് എന്റെ അടുക്കലേക്ക് വന്നു. അല്ലെങ്കിൽ എന്നെ കണ്ടാൽ മാറി ഓടി പോകും. ഞാൻ രാവിലെ പോകുമ്പോൾ കുഴപ്പമില്ല, രാത്രി ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് റബ്ബറും തോട്ടത്തിനകത്തുകൂടെ ഓടും. ഏതെങ്കിലും വീട്ടിൽ ഒന്ന് സമാധാനത്തോടെ പോയി ഇരിക്കാൻ, ഒരു രാത്രി ഒന്ന് കഴിച്ചുകൂട്ടാൻ. എൻ്റെ ജീവിതത്തിനകത്ത് യേശു വന്നപ്പോൾ ഇന്ന് ഞാൻ പോകുന്നതും കാത്ത് 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും എന്നെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ, പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ എൻ്റെ കർത്താവ് എന്നോട് കൂടെയാക്കി വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? 1 മദ്യപാനം, 2 കഞ്ചാവ്, 3 ലോകപരമായ ജീവിതങ്ങൾ.
ലോകത്തിൽ പല രീതിയിലുള്ള ജീവിതമുണ്ട്. എന്നാൽ യേശു നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ ഇവിടെ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നിനക്ക് സന്തോഷവും സമാധാനവും ഉണ്ട്. കാരണം വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, യഹോവ എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല, ഒരു നാളും അത് ഒഴിഞ്ഞു പോകത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് വിളിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എവിടെ കിടക്കണം, എവിടെ നടക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്തനെ പോലെ നടന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയട്ടെ, യേശുവേ ഒന്ന് വിളിച്ചാൽ, കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് യേശു വന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. നീ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ വീട്ടിൽ കയറി പോകുമ്പോൾ നിന്റെ അമ്മയ്ക്ക് സമാധാനമുണ്ടോ? നിന്റെ അപ്പന് സമാധാനമുണ്ടോ? നിന്റെ സഹോദരങ്ങൾക്ക് സമാധാനമുണ്ടോ? നിന്നെ കാണുന്നവർ പറയും, ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നവരെക്കാളും മരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. എന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് യേശു വന്നാൽ, കുഞ്ഞെ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ അയൽവക്കത്തുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിന്റെ പുറകെ നടന്ന് ചോദിക്കുന്ന ആ തലമുറയെ, അങ്ങനെ ഒരു യേശുവിനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. സമാധാനത്തിന്റെ ദൈവം, സന്തോഷത്തിന്റെ ദൈവം, ആശ്വാസത്തിന്റെ ദൈവം. ഈ ഭൂമിയിലെ ജീവിതം 70 വയസ്സ് ഏറിയാൽ 80 വയസ്സ് അത് കഷ്ടവും ദുഃഖവും നിറഞ്ഞതാ. എന്നാൽ വരുവാനുള്ളൊരു രോഗമുണ്ട്, വരുവാനുള്ളൊരു ആകാശവും ഭൂമിയുണ്ട്. പഴയ ആകാശവും ഭൂമിയും മാറിപ്പോകും, പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും വരും. അവിടെ ദൈവത്തോട് കൂടെ, മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരമെന്ന് ജനം പറയുന്നൊരു കാലം വരും. കാരണം ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്ന യേശു, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്. കാരണം അവിടെ മാത്രമേ സന്തോഷമുള്ളൂ, സമാധാനമുള്ളൂ. നീ രാത്രിയിൽ നീ വചനം വായിക്കുന്ന വ്യക്തിയാണോ? നീ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണോ? ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാനല്ല സ്വർഗത്തിലെ ദൈവം വിളിച്ചത്. ആ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് ആദിമ നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ നിനക്ക് മടക്കി നൽകി ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ, ദൈവത്തോടുകൂടെ വാസം ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ സഹോദര, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. എന്റെ ജീവിതത്തിനകത്തു ദൈവം ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പറയുവാനാണെങ്കിൽ മണിക്കൂറുകൾ പറഞ്ഞാലും തീരത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് പറയുമ്പോൾ ആരൊക്കെയോ എന്നെ കേൾക്കുന്നവര് തകർന്നിരിക്കുന്ന ഹൃദയങ്ങളുണ്ട്, തകർന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, തകർന്നിരിക്കുന്ന കുടുംബം നഷ്ടപ്പെട്ടു പോയി, ഭാര്യ നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്റെ മദ്യപാനം കാരണം എന്റെ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്ന സഹോദര, നിന്നോടാ യേശു സംസാരിക്കുന്നേ. നിന്നെ യേശു സ്നേഹിക്കുന്നു. നീ ഇരിക്കുന്നിടത്ത് യേശുവേ എന്ന് വിളിച്ചാൽ ഇന്ന് രാത്രി നീ ആത്മഹത്യ ചെയ്യാനല്ല യേശു നിന്നെ വിളിച്ചത്. നിത്യമായ ഒരു ജീവിതത്തിലേക്ക് യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ പിടിക്കുവാൻ കരം നീട്ടിയിരിക്കുന്നു. നീ നിന്റെ കരം ഒന്ന് കൊടുത്താൽ, ഇന്ന് രാത്രി നിന്റെ ഹൃദയം ഒന്ന് കൊടുത്താൽ, നിന്റെ ജീവിതത്തിനകത്തേക്ക് യേശു വരും. കാരണം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന സമാധാനം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്നും തുള്ളിച്ചാടി നൃത്തം ചെയ്ത് എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് പട്ടുപോകേണ്ടതാ. അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടൊരു നല്ല കർത്താവുണ്ട്, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു ദൈവമുണ്ട്. എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ വിളിച്ചു പറയുന്ന വചനം എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാ. എൻ്റെ അമ്മ പഠിപ്പിച്ചതല്ല, എൻ്റെ സഹോദരങ്ങൾ പഠിപ്പിച്ചതല്ല, എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചതല്ല. ആര് പഠിപ്പിച്ചിട്ട് അവന്റെ തലയ്ക്കകത്തൊന്നും കേറിയില്ല. ഒരു മന്ദബുദ്ധിയെ പോലെ, പൊട്ടനെ പോലെ പോകുമ്പോ പറയും, ഈ പൊട്ടന്മാർ ഇവനൊക്കെ പോയി ചത്തൂടെ എന്ന് ചോദിക്കും. ഇന്ന് ഞാൻ എൻ്റെ ദേശത്ത് കാഴ്ച വിട്ടിയാൽ, മക്കളെ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമേ, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനത്തെ അവരുടെ നടുവിൽ എൻ്റെ കർത്താവിനെ നിർത്തിയിരിക്കുന്നു, സന്തോഷത്തോടെ നിർത്തിയിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാ. അത് ഇരുവാഴ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. അത് സന്ധിമജ്ജകളെയും തുളച്ച് കയറി ചിന്തകളെയും നിലവുകളെയും വിവേചിക്കുന്നതാ. യേശുവേ എന്ന് വിളിച്ച യേശുവ സത്യവചനം. വചനം ജഡമായി ലോകത്തിൽ വന്നു. ആ യേശു ഇന്നും ജീവിക്കുന്നു. മരിച്ച് മൺമറഞ്ഞു പോയൊരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാരണം അവൻ ജീവിക്കുന്ന ദൈവം മരണത്തെ, പാതാളത്തിന്റെ പാതാളഭാഷങ്ങളെ പൊട്ടിച്ച് സ്വർഗങ്ങൾക്ക് മുകളിൽ കയറി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഇന്നും സകലർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവമാ.
യേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീരിനെ തുടച്ച് നിന്റെ സകല പാപങ്ങളെയും കഴുകി നിന്നെ ശുദ്ധീകരിച്ച് പുതിയതാക്കി മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നീ ഏത് ജാതിയായാലും ഏത് മതമായാലും എന്റെ യേശുവിന് പ്രശ്നമല്ല. യേശുവിന് ആവശ്യം നിന്റെ ഹൃദയമാ. നിന്റെ ഹൃദയമാകുന്ന വാതിൽ. നിങ്ങൾ എന്റെ മന്ദിരമെന്നും ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. കാരണം നീയാ ദൈവത്തിന്റെ ആലയം. നീ മദ്യപിച്ച് നശിച്ചു പോകേണ്ടവനല്ല. നീ കഞ്ചാവ് വലിച്ച് നശിച്ചു പോകേണ്ടവനല്ല. നീ ലോകപ്രകാരം ജീവിച്ച് നശിച്ചു പോകേണ്ടവനല്ല. നീ വ്യഭിചാര പാപം ചെയ്ത് നശിച്ചു പോകേണ്ടവനല്ല. കാരണം വ്യഭിചാരി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു നീതിയും ന്യായവും സത്യവുമുള്ളവനാ. അവൻ ഏക സത്യ നിത്യ ദൈവമാ. ആ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ സകല വിഷയങ്ങളിൽ നിന്നും എന്റെ യേശു നിന്നെ രക്ഷിക്കും. എന്റെ യേശു നിന്നെ വിടുവിക്കും. യേശുവിന് മാത്രമേ സഹോദരങ്ങളെ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. നീ ഭൂമിയുടെ അറ്റത്തോളം എവിടെ ചെന്നാലും യേശുവെന്ന നാമം സകല നാമത്തിനും മേലായ നാമം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ദേശത്ത് പ്രസംഗിക്കുന്ന ദൈവം. അതുകൊണ്ടാ പോത്തങ്കോട്ട് നിന്ന് സമയവും സന്ദർഭവും നോക്കാതെ ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഞാൻ വന്നതല്ല ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് ആരോടൊക്കെയോ എന്റെ കർത്താവ് സംസാരിക്കുന്നു. ആരോടൊക്കെ എന്റെ കർത്താവ് സംസാരിക്കുന്നു. ആരെയൊക്കെയോ എന്റെ കർത്താവ് സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. എന്റെ കർത്താവിനെ ആരാധിക്കാനാ നിന്നെ വിളിച്ചേ. ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ വന്ന ലംഘനം അങ്ങനെ പാപം ലോകത്തിൽ വന്നതുകൊണ്ടാ ആ പാപത്തിനകത്ത് നീ കിടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ പാപത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ലൂസിഫർ എന്നൊരുവനുണ്ട്. അവൻ നിന്നെ പണം കൊണ്ടും മറ്റു പലതുകൊണ്ടും സ്വാധീനിക്കും. അവസാനം അവന്റെ കൂടാരത്തിനകത്ത് നിന്നെ ഒളിപ്പിക്കും. നീ വചനം പഠിക്കുന്നവനാണ്, ശ്രദ്ധിച്ചു വായിച്ചു നോക്ക്. ഇന്ന് രാത്രിയിൽ മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്റെ ദൈവം സത്യദൈവം നിത്യപിതാവുമാ. സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ദൈവമാ. ആ ദൈവത്തെ വിളിച്ചാൽ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചാൽ, നീ ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാൻ അല്ല കർത്താവ് നിന്നെ വിളിച്ചത്. നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ നീ എന്റെ ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, രാത്രി വിളിക്കുന്നുവെങ്കിൽ ആ ദൈവം നിന്നെ വിടുവിക്കും. ഇത്രത്തോളം സമയം എനിക്ക് നൽകിയ ദൈവദാസനോടുള്ള പ്രത്യേകിച്ചുള്ള സ്നേഹത്തെയും വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകല മഹത്വവും സകല പുകഴ്ചയും സകല സ്തുതിയും സകല ആരാധനയും എന്റെ കർത്താവിന് കൊടുത്തുകൊണ്ട് രാത്രിയിൽ ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്നും ഇരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും നാം തിരുവചന പ്രഘോഷണത്തിലേക്ക്